ഒരു സംവിധായകൻ ഒരു അഭിമുഖത്തിൽ റിലീസിന് നാളുകൾക്ക് മുമ്പേ വന്ന് പറയാണ്, ഞാൻ ഇതിൻ്റെ കഥ അങ്ങ് പറയാം. അപ്പോൾ എന്തുമാത്രം കോൺഫിഡൻസ് ആയിരിക്കും ആ സംവിധായകൻ എന്ന് ആലോചിച്ച് നോക്കിയേ. പറഞ്ഞു വരുന്നത് ഖാലിദ് റഹ്മാനെ കുറിച്ചാണ്. ആലപ്പുഴ ജിംഖാന എന്ന സിനിമ റിലീസിന് ഒരുങ്ങുമ്പോഴേക്കും ക്യൂ സ്റ്റുഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഖാലിദ് റഹ്മാൻ പറഞ്ഞ വാചകമാണ്, ഞാൻ ഈ കഥ അങ്ങ് പറയാമെന്ന്. അങ്ങനെ ആ കഥ സംവിധായകൻ ഖാലിദ് റഹ്മാൻ റിലീസിന് മുന്നേ തന്നെ പറയുകയാണ്. എന്തൊരു കോൺഫിഡൻസ് അങ്ങ് ആലോചിക്കുക. ആ കഥ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഖാലിദ് റഹ്മാൻ നറേറ്റ് ചെയ്യുന്നു. ആ കഥ കേട്ട് സമൂഹ മാധ്യമങ്ങളിൽ എല്ലാവരും വലിയ ആത്മവിശ്വാസം ഈ സിനിമയ്ക്ക് മേൽ പ്രകടിപ്പിക്കുന്നു. അതിൻ്റെ ട്രെയിലർ വലിയ തരംഗമായി മാറുകയും ചെയ്യുന്നു. നസ്ലൻ പ്രേമലു എന്ന ചിത്രത്തിന് ശേഷം വരുമ്പോഴേക്കും അത് വന്നിട്ട് അതിനുശേഷം നസ്ലൻ്റെ സിനിമകൾ റിലീസായെങ്കിൽ പോലും അയം കാതൽ എന്ന സിനിമ അതിന് ശേഷമാണ് റിലീസായത്. ബോക്സ് ഓഫീസിൽ വലിയ തരംഗമായിരുന്നില്ല. പക്ഷേ പ്രേമലുവിൽ ഉണ്ടാക്കിയ ആ ഒരു ഇമ്പാക്റ്റ് തന്നെ ആലപ്പുഴ ജിംഖാനയിലൂടെ ഒരുക്കുമെന്ന് വിശ്വസിക്കുന്നു. ലുക്മാൻ അവറാൻ, ഗണപതി തുടങ്ങിയ വലിയ താരനിര ഈ ചിത്രത്തിലുണ്ട്. അതോടൊപ്പം തന്നെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട ഹൈപ്പ് വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴ ജിംഖാന എന്ന സിനിമ വരുന്നത് സ്പോർട്സ് കോമഡി ജോണറിലാണ്. നമുക്ക് മലയാള സിനിമയിൽ മുന്നേയും ഇതുപോലെ സ്പോർട്സ് ജോണറിൽ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഗോദ നമുക്ക് എടുത്ത് നോക്കിയാൽ, ദിലീപ് ചിത്രമായ സ്പീഡ് അതിനൊരു ഉദാഹരണമാണ്. അങ്ങനെ ഒരു സ്പോർട്സ് കോമഡി ജോണറിൽ വന്ന സിനിമകൾ, ഇപ്പോൾ ഖോഖോ എന്ന രതീഷ വിജയൻ ചിത്രം, അതൊരു സ്പോർട്സ് ജോണറിൽ വന്ന സിനിമയാണ്. അങ്ങനെ മലയാളത്തിൽ സ്പോർട്സ് ജോണറുകൾ മലയാളി പ്രേക്ഷകർക്ക് പുതുമയല്ല. പക്ഷേ ആലപ്പുഴ ജിംഖാന എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത് എന്നുള്ളതാണ് ചോദ്യം. അതായത് ഗതികേട് കൊണ്ട് സ്പോർട്സ് കോട്ടയിൽ കയറാൻ വേണ്ടിയിട്ട് ബോക്സിംഗ് പഠിക്കേണ്ടി വരുന്ന ഒരു പറ്റം യുവാക്കളുടെ കഥ പറയുന്ന സിനിമയാണ്. അതായത് സ്പോർട്സിന് വേണ്ടിയിട്ടുള്ള ഒരു അഭിനിവേശത്തിൽ പോയി ചേരുന്നതല്ല. ബാക്കിയുള്ള എല്ലാ സിനിമകളും വരുന്നതും ആ ഒരു ജോണറിലാണെങ്കിൽ ആലപ്പുഴ ജിംഖാനയുടെ കഥ നറേഷനിൽ ആ ഖാലിദ് റഹ്മാൻ പറഞ്ഞതിൽ ഒരുപാട് വ്യത്യസ്തതയുണ്ട്. നമുക്ക് ഉണ്ട, അനുരാഗ കരിക്കിൻ വെള്ളം, അല്ലെങ്കിൽ ലവ്, ഈ ചിത്രങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ പോലും ഖാലിദ് റഹ്മാൻ എന്ന സംവിധായകന് മേലൊരു വലിയ വിശ്വാസം മലയാളി പ്രേക്ഷകർ ഉയർത്തുന്നുണ്ട്. ഈ വിഷു കാലഘട്ടത്തിൽ റിലീസ് ചെയ്യുന്ന മറ്റ് ചിത്രങ്ങളോടൊപ്പം തന്നെയാണ് ആലപ്പുഴ ജിംഖാന വരുന്നത്. മമ്മൂക്കയുടെ ബസൂക്ക ഉൾപ്പെടെയുള്ള സിനിമ അതിനകത്ത് വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ സ്റ്റാർ കാസ്റ്റിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഇതിൻ്റെ സംവിധായകൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ജോണർ, ഇതിൻ്റെ ട്രെയിലർ, ഇതൊക്കെ റിലീസായതിനു ശേഷം ഉണ്ടാകുന്ന ഒരു ഹൈപ്പ് സമൂഹ മാധ്യമങ്ങളിൽ വളരെ പെട്ടെന്നാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ എമ്പുരാൻ്റെ ഓളങ്ങൾ ചർച്ചകളൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ പോലും ഇനി റിലീസാകാനുള്ള മലയാള സിനിമകളിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ ആളുകൾ അർപ്പിക്കുന്ന ഒരു സിനിമയും കൂടിയാണ് ആലപ്പുഴ ജിംഖാന. ആലപ്പുഴ ജിംഖാനയ്ക്ക് എന്ത് മാജിക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഒരു വളരെ പ്രസക്തമായ ഒരു ചോദ്യമായിട്ട് നിൽക്കുന്നത്. ഒരു വളരെ ഹിറ്റ് സ്ട്രീക്കിലേക്ക് തിരിച്ചു നസ്ലിന് വരാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം ഒരു ഭാഗത്ത് നിൽക്കുന്നു. തൻ്റെ സിനിമാ സംവിധാനത്തിലെല്ലാം തന്നെ ഒരു മികച്ച കയ്യൊപ്പ് സൃഷ്ടിച്ച ഖാലിദ് റഹ്മാന് ഇത്തവണ അതിലേക്ക് തന്നെ വീണ്ടും പോകാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം നിലവിൽ നിൽക്കുന്നു. മാത്രമല്ല, ഈ സിനിമയുടെ അനൗൺസ്മെൻറ്റ് മുതൽ ഇതിലെ താരങ്ങളെല്ലാവരും വലിയ മേക്ക് ഓവർ നടത്താനുള്ള ശ്രമങ്ങൾ, ജിമ്മിൽ പോകുന്നു, ട്രെയിനിങ് നടത്തുന്നു, ഇതൊക്കെയായിരുന്നു നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇതൊരു സ്പോർട്സ് കോമഡി ജോണറിലേക്ക് പോകുമെന്ന് സംവിധായകൻ ഖാലിദ് റഹ്മാൻ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. വളരെ സീരിയസ് ആയിട്ടൊരു സിനിമയാകുമെന്നാണ് പലരും കരുതിയത്. പക്ഷേ എങ്ങനെയെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി അതിൽ സ്പോർട്സ് കോട്ടയിൽ കയറണം, അതിനുവേണ്ടി ബോക്സിംഗ് പഠിക്കാം എന്നുള്ളൊരു ജോണറിലാണ് ഈ സിനിമ പോകുന്നത്. അതിനകത്ത് ഒരുപാട് തമാശ ലെയേഴ്സ് ഉണ്ട് എന്നൊക്കെ സംവിധായകൻ പറഞ്ഞതിന് ശേഷമാണ് അതിന് പിന്നാലെ ഇങ്ങനെയാണല്ലേ സംഭവം എന്ന് പോലും ആളുകൾ ചിന്തിച്ചു തുടങ്ങി. അപ്പോൾ ഈ വിഷു കാലഘട്ടത്തിലേക്ക് ഒന്നുകൂടി വാതിലുകൾ ഓപ്പൺ ആവുകയാണ്. എമ്പുരാൻ എന്ന സിനിമ വന്നതിന് ശേഷം ഉണ്ടായ വാതിലുകൾ തുറന്നതിന് പിന്നാലെ വരുന്ന സിനിമകളുടെ കൂട്ടത്തിലേക്ക് തന്നെയാണ് നമുക്ക് ആലപ്പുഴ ജിംഖാനയും സൈജു കുറുപ്പിൻ്റെ ചിത്രമായ അഭിലാഷവും, അല്ലെങ്കിൽ ഈ മമ്മൂക്കയുടെ ചിത്രമായ ബസൂക്കയും ഒക്കെ തന്നെ വരാൻ പോകുന്നത്. അപ്പോൾ ആ വാതിലുകൾ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ ആലപ്പുഴ ജിംഖാനയ്ക്ക് സാധിക്കുമോ എന്നുള്ള ചോദ്യം വളരെയധികം പ്രസക്തമായി നിൽക്കുകയാണ്. ഏപ്രിൽ 10 ചിത്രം നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്.